പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും ദൈവവചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 10 കുഷ്ഠരോഗികൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ച് കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായെന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ആ ഗ്രാമത്തിലൂടെ കടന്നുപോയപ്പോൾ ഈ കുഷ്ഠരോഗികൾ അകലെ നിന്ന്, കാരണം കുഷ്ഠരോഗികളെ എപ്പോഴും അന്നൊക്കെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു. അപ്പോൾ യേശു അതിലെ പോയപ്പോൾ യേശുവിൻ്റെ അടുത്ത് വരാൻ ധൈര്യപ്പെടാതെ അവർ അകലെ നിന്ന് വിളിച്ചു കൂവുകയാണ്. അവർ സ്വരമുയർത്തി പറഞ്ഞു, യേശുവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അവർ സ്വരമുയർത്തി അകലെ നിന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. അപ്പോൾ അവർക്ക് സൗഖ്യമൊന്നും കിട്ടിയിട്ടില്ല. സൗഖ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറയാണ്, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. അവരത് കേട്ടപടി പുരോഹിതന്മാരെ കാണുവാനായിട്ട് അവർ പോവുകയാണ്. അപ്പം അന്ന് കാലത്ത് കുഷ്ഠരോഗികൾക്ക് പുരോഹിതരെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ക്രിസ്തു ഇത് പറഞ്ഞതുകൊണ്ട്, കർത്താവ് ഇത് പറഞ്ഞതുകൊണ്ട് അവർ അത് വിശ്വസിച്ച് പുരോഹിതന്മാരെ കാണാനായിട്ട് അവർ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അവർക്ക് രോഗശാന്തി ലഭിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. ബ്ലൈൻഡായിട്ട് കർത്താവ് പറഞ്ഞത് അവർ കേൾക്കുകയാണ്. അവിടെ ലോജിക്ക് അവർ അപ്ലൈ ചെയ്യുന്നില്ല, അവരുടെ ബുദ്ധി അവർ പ്രയോഗിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് അതുപോലെ അവർ ചെയ്യുകയാണ്. അപ്പോൾ അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായെന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഒരുവൻ മാത്രം. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആപത്ത് ഘട്ടത്തിൽ എല്ലാവരും
ഒട്ടുമിക്ക എല്ലാവരും ദൈവത്തിലേക്ക് തിരിയും. ആ ആപത്തൊക്കെ മാറി നല്ല കാലം വരുമ്പോൾ, അല്ലെങ്കിൽ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ, ക്രമേണ ആ വിശ്വാസത്തിൻ്റെ, ആ ദൈവത്തോടുള്ള ഒരു ആരാധന, അല്ലെങ്കിൽ ആ സ്നേഹബന്ധം കുറേശ്ശെ കുറേശ്ശെ കുറയുകയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറുകയും ചെയ്യും. കർത്താവ് ഇവിടെ പറയുന്നത് കറക്റ്റ് അത് തന്നെയാണ്. ഈ കുഷ്ഠം എന്നൊക്കെ പറയുന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം. കാരണം ശരീരത്തിൻ്റെ കുഷ്ഠമാകാം, മനസ്സിൻ്റെ കുഷ്ഠമാകാം, ചിന്തകളുടെ കുഷ്ഠമാകാം, എന്തുമാകാം. കർത്താവിലേക്ക് തിരിയുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. പക്ഷേ അതിനുള്ള ഒരു നന്ദി നമ്മൾ കർത്താവിനോട് കാണിക്കുന്നുണ്ടോ, നിരന്തരം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതെന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നീ ആപത്ത് വരുമ്പോഴൊക്കെ നീ എന്നെ വിളിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നീ അതൊക്കെ മറക്കും. നീ പിന്നെ നിന്റെ തന്നെ പദ്ധതികളായിട്ട് എന്നെ ആശ്രയിക്കാതെ മുന്നോട്ട് ഓടാൻ തുടങ്ങും. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നീ അതിനൊരു ബ്രേക്ക് ഇട്. നീ എന്നിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കുക എന്ന് കർത്താവ് എന്നോട് പറയുന്ന പോലെ, നീ നല്ല കാലത്തും കെട്ടകാലത്തും ഒരേ ഇൻറ്റൻസിറ്റിയോടുകൂടെ ഒരുപോലെ കർത്താവിൽ ആശ്രയിക്കുവാനും, കർത്താവിനെ സ്തുതിക്കുവാനും, കർത്താവിന് നന്ദി പറയുവാനും, കർത്താവ് നൽകിയ ആനുകൂല്യങ്ങൾക്ക് നന്ദി പറയുവാനും പഠിക്കുക. അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഇതിൻ്റെ ഒരു കോയിൻസിഡൻസ് എന്നോണം ഞാൻ ഇന്ന് 10 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ടിരിക്കുകയാണ്. ഒരു 10-30 പേർക്ക് 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ദൈവകൃപയാൽ അതെല്ലാം നന്നായി പോയി. രണ്ടാമത്തെ ബാച്ചിൽ ഒരു 15 പേരുണ്ടായിരുന്നു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, ലഞ്ചിന് പിരിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ടയേർഡായിട്ട് എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. പാക്ക് ചെയ്യണം, റൂമിലേക്ക് പോകണം, ഒത്തിരി ടയേർഡാണ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നതിൽ ഒരുവൻ മാത്രം തിരിച്ചു വന്ന് എന്നോട് പറയുകയാണ്, സർ, യു ആർ എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പം ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം കർത്താവായിരിക്കും അവനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയത്, ഇത് 15 പേരെ നമ്മൾ ട്രെയിൻ ചെയ്തു, ഈ ഒരുവൻ മാത്രമല്ലേ തിരിച്ചു വന്നത്. അത് മനുഷ്യനോട്, നമ്മളോടാകുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ നിലപാട് കർത്താവിനോട് എങ്ങനെയാണ്? നമുക്ക് ദൈവം തന്നതല്ലേ എല്ലാം. ഏ ഏ, ആരോഗ്യവും, ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവും, കാണുവാനുള്ള കഴിവും, കേൾക്കുവാനുള്ള കഴിവും, വായിക്കുവാനൊക്കെയുള്ള അറിവും, ബൈബിളൊക്കെ എടുക്കുവാനുള്ള, കയ്യിലൊക്കെ എടുത്തൊന്ന് വായിക്കുവാനുള്ള ഒരു ജ്ഞാനവും എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കർത്താവിനെ തന്നെ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നത് കർത്താവല്ലേ. നമ്മൾ എന്നും കർത്താവിനോട് നന്ദിയുള്ളവരാകണം, നന്ദിയോടെ നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം തന്നെ നമ്മൾ തന്നെ കർത്താവിൻ്റേതാണ്. അപ്പോൾ എപ്പോഴും കർത്താവിന് നന്ദി പറഞ്ഞ് ആരാധനയോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിന് നല്ല കാലമില്ല,
അതിന് മോശം കാലമില്ല. ശ്വാസമുള്ളിടത്തോളം കാലം അപ്രകാരം ചെയ്യുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം, നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാം, നിരന്തരം ഓർമ്മിപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരത്തിനും മനസ്സിലുമുള്ള കുഷ്ഠങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് സുഖപ്പെടുത്തട്ടെ. നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.